Hello everybody, welcome to Mint, the right guidance. അപ്പോൾ ഇന്ന് നമ്മൾ very important topic ആണ് നോക്കാൻ പോകുന്നത് and ഏറ്റവും സ്കോറിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നോക്കാൻ പോകുന്നത്. This is vocabularies, right? So vocabularies എല്ലാ എക്സാമിൻ്റെയും പാർട്ടാണ്. അത് LDC ആയാലും ശരി HCA ആയാലും ശരി, they are all very important section അല്ലേ? സോ ഇന്ന് നമ്മൾ കുറച്ച് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോമൺലി ആസ്ക്ഡ് vocabulary words ആണ് നമ്മൾ നോക്കാൻ പോണത്. Alright, so എല്ലാവരും റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്യട്ടെ നമുക്ക്. Alright, the first word is abscond. Alright, first word ആണ് abscond. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ന്യൂസ് പേപ്പേഴ്സിലൊക്കെ ഭയങ്കരമായിട്ട് കോമൺലി യൂസ്ഡ് വേർഡ് ആണ് abscond. ഇതിൻ്റെ മീനിങ് എന്താണ്? To leave hurriedly and secretly, typically to escape arrest or prosecution. നമ്മൾ എന്തെങ്കിലും നമ്മൾ കള്ളത്തരമൊക്കെ ചെയ്തിട്ട്, യൂഷ്വലി thieves abscond അല്ലെങ്കിൽ ഏതെങ്കിലും murderer abscond എന്ന് പറഞ്ഞ് നമ്മൾ ന്യൂസ് പേപ്പറിൽ കുറേ കണ്ടിട്ടുണ്ട്. സോ വാട്ട് ഡസ് abscond mean? To leave hurriedly and secretly, typically to escape arrest or prosecution. So this is one very important word asked in HCA exam. ഇത് നോട്ട് ചെയ്യാം. ഇതിന്റെ synonym നോക്കാം നമുക്ക്. ഹായ്, ഹലോ. ഓക്കെ, സോ റെഡി അല്ലേ? ഇത് നമ്മൾ വൊക്കാബുലറി ആണ് നോക്കാൻ പോകുന്നത്. Alright, so ഇതിന്റെ synonyms നോക്കാം. When we are studying a word, അതിന്റെ synonymsഉം antonymsഉം. Synonyms എന്താണ്? സിമിലർ മീനിങ് ഉള്ള വേർഡും ആന്റണിംസ് ആർ ഓപ്പോസിറ്റ്സ്. ഇത് രണ്ടും നോട്ട് ചെയ്യണ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? ആൻഡ് അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വേർഡിൻ്റെ മീനിങ് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാവും. ഓൾറൈറ്റ്, ആൻഡ് ദെൻ വി വിൽ യൂസ് ഇറ്റ് ഇൻ എ സെൻറ്റൻസ്. സെൻറ്റൻസിൽ എക്സാമ്പിൾ ആയിട്ട് എങ്ങനെ നമുക്ക് ആ വേർഡ് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോണത്. സോ ഈ abscond വേർഡിൻ്റെ സിനോണിം എന്താണ്? ഫ്ലീ, അതായത് പോവാ, ഓടിപ്പോവാ, ഓടിപ്പോവാ, റൈറ്റ്? ഫ്ലീ, decamp, bolt, escape, ഇതൊക്കെയാണ് synonyms ആയിട്ട് വരുന്നത്. Alright, antonyms എന്താണ്? Opposite words വരുന്നത് remain, stay, surrender, appear. These are all antonym words to abscond, right? And how do you use these in a sentence? The suspect managed to abscond with the stolen funds before the police could issue a warrant. So suspect എന്താണ് ചെയ്തത്? Suspect abscond ചെയ്തു. Suspect അവിടുന്ന് ഓടിപ്പോയി, right? Before എന്താണ്? പോലീസ് കുഡ് ഇഷ്യൂ എ വാറന്റ്. പോലീസ് വരുന്നതിന് മുന്നേ ആ സസ്പെക്ട് ഓടിപ്പോയി. സോ ഓടിപ്പോണേന് എന്താ പറയുന്നത്? abscond. Alright, I hope you all will remember this. രണ്ടാമത്തെ വേർഡിലേക്ക് പോകാം. Our second word is acquiesce. എന്താണ്? Acquiesce. This is the pronunciation. It is important to pronounce the words correctly also. So this is acquiesce. Alright, ഈ വേർഡിന്റെ മീനിങ് എന്താണ്? To accept something reluctantly without protest. എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചിലപ്പോൾ ഇഷ്ടമല്ലാത്ത കാര്യമായിരിക്കും, അത് നമ്മൾ എന്നാലും ഓക്കെ ആക്സെപ്റ്റ് ചെയ്യുക, എന്തെങ്കിലും ലൈക്ക് തിരിച്ച് പറയാണ്ട്. സോ അതിനെയാണ് എന്ത് പറയുന്നത്? acquiesce എന്ന് പറയുന്നത്, റൈറ്റ്? സോ acquiesce means to accept something reluctantly. Reluctantly എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലാണ്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. Alright, without protest. പക്ഷെ നമ്മളൊന്നും എതിര് പറയുന്നില്ല അതിൻ്റെ, which is acquiesce. Alright, the synonyms of acquiesce are comply, concur, assent and yield. Alright, ഇതൊക്കെ എന്താണ്? These are synonyms of acquiesce. And the antonyms, the opposite word of acquiesce ഏതാണ്? Protest, resist, object and dissent. ഇതൊക്കെയാണ് നമ്മുടെ acquiesceന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡ്. എന്തൊക്കെയാണ്? protest, resist, object, dissent. എന്ന് പറയുമ്പോൾ പ്രൊട്ടസ്റ്റ് ചെയ്യുക, നമുക്ക് താല്പര്യമില്ലാത്ത കാര്യം എന്തെങ്കിലും നമ്മൾ കേട്ടാൽ അതിൻ്റെ എതിരെ പ്രതിഷേധിക്കുക, റൈറ്റ്? ആൻഡ് ഹൗ ഡു യു യൂസ് ദിസ് ഇൻ എ സെൻറ്റൻസ്? While she did not agree with the board's decisions, she chose to acquiesce to avoid further conflict. She chose to acquiesce എന്ന് പറയുമ്പോൾ അവരെന്താണ് ചെയ്തത്? She accepted reluctantly, താല്പര്യം ഇല്ലാണ്ട് അവർ accept ചെയ്തു without any protest. Okay, so this is the meaning of the word acquiesce. Alright, clear അല്ലേ acquiesce എന്താണെന്ന്? Third vocabulary word നോക്കാം. ഇതെല്ലാം നോട്ട് ചെയ്ത് വെച്ചോളൂ. These are very commonly asked
vocabulary words in our exams. അപ്പോൾ ഇത് എക്സാംസിന് വേണ്ടിയിട്ട് ക്ലിയർ ആയിട്ട് പഠിച്ചേ പറ്റൂ. There are lot more. പക്ഷെ ഇന്ന് നമ്മൾ we are taking a certain part of it and studying. അപ്പോൾ ഇതും very helpful ആയിരിക്കും നിങ്ങളുടെ എക്സാം prepന്. Alright, next word നമുക്ക് നോക്കാം. The third word is a clarity. The third word is a clarity എന്നാണ് പറയുന്നത്. ഇതിന്റെ മീനിങ് എന്താണ്? brisk and cheerful readiness. brisk and cheerful readiness, right? Synonyms, similar meaning എന്ന് പറയുമ്പോൾ eagerness, enthusiasm, അതായത് cheerful ആയിട്ടിരിക്കുക, right? promptness, zeal, these are all synonyms of the word clarity. clarity എന്താണ്? brisk and cheerful readiness, അതായത് enthusiastic ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ zeal എന്ന് പറയും, promptness, eagerness, ഇതൊക്കെയാണ് clarityയുടെ അർത്ഥം. Alright, antonyms ആയ opposite word എന്താണ്? apathy, reluctance, lethargy and indifference ആണ് ഇതിന്റെ opposite. clarityയുടെ opposite ആണ് apathy, reluctance, അതായത് റിലക്റ്റൻ്റ് ആയിട്ട് നിൽക്കുക, താല്പര്യമില്ലായ്മ കാണിക്കുക, ലെഥാർജി, തളർച്ച, ഇൻഡിഫറൻസ്, നോട്ട് കെയറിങ്, ദീസ് ആർ ഓൾ ഓപ്പോസിറ്റ്സ് ടു ദ വേർഡ് clarity. ഇതിൻ്റെ സെൻറ്റൻസിൽ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യണത്? The law intern accepted the research assignment with a clarity, eager to impress the senior advocate. So what does that mean? Law intern accept ചെയ്തു, research assignment accept ചെയ്തു with a clarity എന്ന് പറയുമ്പോൾ ഭയങ്കര enthusiastically, ഭയങ്കര സന്തോഷത്തോടെ accept ചെയ്തു. eager to impress, എന്തിനു വേണ്ടിയിട്ട്? ഇംപ്രസ് ചെയ്യാൻ, സീനിയർ അഡ്വക്കേറ്റിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ enthusiastically law intern accept ചെയ്തത് research assignment. Alright, so a clarity means brisk and cheerful readiness, right? This is our third word. Let's go to the fourth one. Fourth word നോക്കാം, anomaly. What is the fourth word? Anomaly. What does anomaly mean? Something that deviates from what is standard, normal or expected. അതായത് നോർമലിന്ന് വേറെയാണ് അനോമലി എന്ന് പറയുന്നത്. നമ്മളിത് യൂഷ്വലി മെഡിക്കൽ ടേംസിലും കാണാറുണ്ട്. നമ്മുടെ ബോഡിയിലുള്ള അനോമലി മീനിങ് നമ്മുടെ ബോഡി നോർമൽ ഫങ്ഷനിൽ നിന്ന് വിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലാണ് അതിനെ അനോമലി എന്ന് പറയുന്നത്, റൈറ്റ്? ഡീവിയേറ്റ്സ് ഫ്രം വാട്ട് ഇസ് സ്റ്റാൻഡേർഡ്, നോർമൽ ഓർ എക്സ്പെക്റ്റഡ്. ഈ കാര്യങ്ങളിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുക, മാറി നിൽക്കുക, അതിനെയാണ് നമ്മൾ അനോമലി എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ സിനോണിംസ് നോക്കാം നമുക്ക്. abnormality, irregularity, eccentricity and aberration. So these are synonyms to the word anomaly. And opposites നോക്കാം നമുക്ക്. conformity, regularity, norm and standard. So anomalyയുടെ ഓപ്പോസിറ്റ് എന്താണ്? നോർമൽ ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ എന്താണ്? എക്സ്പെക്റ്റഡ്, സ്റ്റാൻഡേർഡ് ആയിട്ടിരിക്കുക, നോം, സ്റ്റാൻഡേർഡ്, റെഗുലാരിറ്റി, ഇതൊക്കെയാണ് അനോമലിയുടെ ഓപ്പോസിറ്റ്സ് ആയിട്ട് വരുന്നത്, റൈറ്റ്? സെന്റൻസിൽ നമ്മൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്? A sudden drop in temperature during May is a distinct anomaly for this region. എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ടെമ്പറേച്ചർ ഒരു സ്ഥലത്ത് കുറഞ്ഞു വന്നു മേയിൽ. ഡ്യൂറിങ് മേ ടെമ്പറേച്ചർ യൂഷ്വലി മെയിൻറ്റെയിൻ ചെയ്യുന്ന ടെമ്പറേച്ചർ അല്ല മേലിരിക്കുന്നത് ഇപ്പോൾ. സോ ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് എ ഡിസ്റ്റിങ്ക്ട് അനോമലി ഫോർ ദിസ് റീജിയൻ, ബിക്കോസ് നോർമൽ ടെമ്പറേച്ചറിനെക്കാളും അല്ലാത്ത ടെമ്പറേച്ചർ ആയിരുന്നു ഇത്, which is an anomaly. Alright, so our fourth word is anomaly. Anomaly means something that deviates from what is standard, from what is normal, from what is expected. So ഇവിടുത്തെ ടെമ്പറേച്ചർ എക്സ്പെക്റ്റഡ് ആയിരിക്കും ചിലപ്പോൾ 23 ഡിഗ്രി, റൈറ്റ്? 23 ഡിഗ്രി സെൽഷ്യസ് എക്സ്പെക്റ്റഡ് ആയിരിക്കും, പക്ഷേ എത്ര ഡിഗ്രി ആയിരുന്നു? 20 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് അനോമലി, ബിക്കോസ് അത് എക്സ്പെക്റ്റഡ് അല്ലാത്ത ടെമ്പറേച്ചർ ആയിരുന്നു ഈ വർഷത്തെ. ഓൾറൈറ്റ്, നെക്സ്റ്റ് നമുക്ക് നോക്കാം. Let's look at the fifth word. Our fifth word is acidus. എന്താണ് acidus? The meaning is showing great care, attention and perseverance. ഇതിന്റെ അർത്ഥം എന്താണ്? ഒരാളുടെ അടുത്ത് കെയർ ചെയ്യുക. ഇതിന് എന്താണ് പറയുന്നത്? നമ്മൾ അസീഡസ് ആണ് പറയുന്നത്. ടു ഷോ ഗ്രേറ്റ് കെയർ, അറ്റൻഷൻ, ഒരു കാര്യത്തിനോ ഒരു ആളെയോ നമ്മൾ കെയർ ചെയ്യുക, അറ്റൻഷൻ കൊടുക്കുക, ഗ്രേറ്റ് അറ്റൻഷൻ കൊടുക്കുക, അതിനെയാണ് നമ്മൾ അസീഡിയസ് എന്ന് പറയുന്നത്, റൈറ്റ്? ഇതിന്റെ സിനോണിംസ് വരുന്നത് diligent, meticulous,
industrious and sedulous ആണ് വരുന്നത്. Remember the synonyms and the antonyms, very very important. ചിലപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയായിരിക്കും എന്താണ് acidusന്റെ synonyms and they'll have 4 options. So അതിൽ നിന്ന് ഒരു ഓപ്ഷൻ മാത്രമായിരിക്കും അതിന്റെ synonyms. For example, sedulous മാത്രമായിരിക്കും അതിന്റെ synonym ആയിട്ടുള്ളത്, ബാക്കി എല്ലാം നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ആയിരിക്കും തന്നിരിക്കുന്നത്. So you have to understand and deduce from it what does acidus mean. അതിന്റെ മീനിങ് മനസ്സിലാക്കി തന്നെ നമുക്ക് അതിന്റെ synonym antonym guess ചെയ്യാൻ പറ്റും അല്ലേ. So acidus means showing great care, attention and perseverance show ചെയ്യാണ് acidusന്റെ അർത്ഥം. Alright, synonyms വരുന്നത് diligent, meticulous, industrious, sedulous, all of them mean the same as showing great care. Right, ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? negligent, lazy, careless, indolent. So ഇതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? when you don't care about something, നിങ്ങൾ എന്താണ്? you are negligent, right? you are negligent, you are lazy, you are careless and you are indolent. Okay, so ഇതാണ് ഇതിന്റെ opposite words. And how do you use it in a sentence? Through acidus research, the defense attorney covered a crucial precedent that saved the case. What are they saying? അപ്പം through acidus research എന്ന് പറയുമ്പോൾ ഭയങ്കര അറ്റൻഷനും കെയറും കൊടുത്ത റിസർച്ച് ആണ്. സോ അത്രയും എന്താ പറയണേ, പ്യോർ റിസർച്ച് ആണ്, നല്ലോണം ചെയ്ത റിസർച്ച് ആണ്. സംതിങ് യു ഗിവ് ഇമ്പോർട്ടൻസ് ടു, സംതിങ് യു കെയർ അബൌട്ട്, സംതിങ് യു ഗിവ് യുവർ അറ്റൻഷൻ ടു, റൈറ്റ്? സോ അങ്ങനത്തെ റിസർച്ച് ചെയ്തിട്ടാണ് ഡിഫൻസ് അറ്റോർണി അൺകവേർഡ് എ ക്രൂഷ്യൽ പ്രസിഡന്റ് ദാറ്റ് സേവ്ഡ് ദ കേസ്. അങ്ങനെയാണ് സേവ് ചെയ്യാൻ പറ്റിയത് ബിക്കോസ് ഓഫ് ദി അസിഡസ് റിസർച്ച് ദാറ്റ് ഹി ഹാഡ് ഡൺ. ഓക്കെ, so acidus means showing attention, showing great care, all right, and perseverance. All right, let's go to our sixth word. Sixth word edana? It is capricious. Endana? It is capricious, and the meaning is given to sudden and uncountable changes of mood or behavior. പെട്ടെന്ന് എന്താണ് നമ്മുടെ സഡൻ ചേഞ്ച് ഓഫ് മൂഡ് ആൻഡ് ബിഹേവിയർ, അതിന് എന്താണ് നമ്മൾ പറയുന്നത്? capricious എന്നാണ് പറയുന്നത്. ഇതിന്റെ സിനോണിംസ് നമുക്ക് നോക്കാം. Synonyms are fickle, unpredictable, erratic and whimsical. ഇതാണ് capriciousന്റെ synonym എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് like unpredictable ഒരാളുടെ ബിഹേവിയർ ആണെങ്കിൽ what do you call them? You call them capricious, right? Given to sudden and uncountable changes of mood or behavior. പെട്ടെന്ന് ബിഹേവിയർ മാറുന്നു, മൂഡ് മാറുന്നു, അങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ capricious എന്ന് പറയുന്നത്, right? Fickle, unpredictable, erratic and whimsical, right? All of these are synonyms. Synonyms means similar meaning ഉള്ള word ആണ്, right? Antonyms ഏതൊക്കെയാണ്? stable, consistent, predictable and constant. So these are antonyms of the word capricious. ഏതൊക്കെയാണ് antonyms? means opposite. So ഒരു unpredictable opposite എന്തായിരിക്കും? stable, correct? consistent ആയിരിക്കണം, predictable and constant, right? These are all opposites. So capricious ഒരു നെഗറ്റീവ് ടേമിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. And how do we use it in a sentence? The judge criticized the administration's capricious implementation of new policy rules. So judge ആരെയാണ് ക്രിട്ടിസൈസ് ചെയ്തത്? അഡ്മിനിസ്ട്രേഷന്റെ capricious implementation എന്ന് പറയുമ്പോൾ സഡൻ പെട്ടെന്നുള്ള എന്താണ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള എന്താണ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ന്യൂ പോളിസീസ് പോളിസി ഓഫ് റൂൾസ് അല്ലെ. അപ്പൊ അതിനെയാണ് ജഡ്ജ് ക്രിട്ടിസൈസ് ചെയ്തേക്കണേ, വിച്ച് ഇസ് ഇൻ നെഗറ്റീവ് കോണ്ടെക്സ്റ്റ്. സോ ഇത് എന്ത് കോണ്ടെക്സ്റ്റിലാണ് വരുന്നത്? capricious നെഗറ്റീവ് കോണ്ടെക്സ്റ്റിലാണ് വരുന്നത്. ഓക്കെ, ഇതിന്റെ സിനോണിംസ് ഓർത്ത് വെക്കുക. fickle, unpredictable, erratic and whimsical ആണ് വരുന്നത്. Alright, let's go to our seventh word. Our seventh word is clemency. Clemencyയുടെ അർത്ഥം എന്താണ്? meaning is mercy, leniency, especially exercised by judge or a ruler. So basically ഒരു നമുക്ക് ആരോടെങ്കിലും സഹതാപം തോന്നിയാൽ അതിനെയാണ് നമ്മൾ
ക്ലെമൻസി എന്ന് പറയുന്നത് ഇത് യൂഷ്വലി ജഡ്ജ് അല്ലെങ്കിൽ റൂളർ ആണ് ഇങ്ങനെ ഒരു ഫീലിംഗ് വരുത്തുന്നത്. ഓക്കെ, സോ ബേസിക്കലി വാട്ട് ഇസ് ഇറ്റ്, മേഴ്സി അല്ലെങ്കിൽ ലീനിയൻസി. നിങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു കള്ളൻ എന്തെങ്കിലും തെഫ്റ്റ് ചെയ്തു, റൈറ്റ്, ആൻഡ് ഇഫ് യു ഫീൽ ലൈക്ക് എന്താണ് മേ ബി ഇറ്റ് ഇസ് നോട്ട് അത്ര സ്ട്രിക്റ്റ് പണിഷ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, വാട്ട് യു സേ, യു ഡു ക്ലെമൻസി. ക്ലെമൻസി ആണ് കൊടുക്കുന്നത്. ഓക്കെ, വിച്ച് മീൻസ് ലീനിയൻസി. ആ പോട്ടെ എന്ന് വെക്കാൻ നമുക്കെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ സിനോണിം എന്താണ്? The synonyms are leniency, mercy, compassion, indulgence. The synonyms are leniency, mercy, compassion and indulgence ആണ് ക്ലെമൻസിയുടെ സിനോണിം. സിമിലർ മീനിങ് വരുന്നത്. ആൻഡ് ആന്റണിംസിന്റെ സിമിലർ മീനിങ് വരുന്നത് സിവിയറിറ്റി, റൂത്ത്ലെസ്നെസ്, ക്രൂവൽറ്റി ആൻഡ് ഹാർഷ്നെസ്. അതിന്റെ ഓപ്പോസിറ്റ് സഹതാപം, ഇല്ലായ്മ, റൈറ്റ്. വെൻ യു ആർ സിവിയറിറ്റി എന്ന് പറയുമ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പണിഷ്മെന്റ് ഒക്കെ കൊടുക്കൂല, അതിനെയാണ് നമ്മൾ സിവിയർ എന്ന് പറയുന്നത്. റൂത്ത്ലെസ്നെസ് അഗൈൻ മീൻസ് ദാറ്റ് നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസോ അല്ലെങ്കിൽ നിങ്ങൾ പണിഷ്മെന്റോ കൊടുക്കുന്നത്, റൈറ്റ്. ക്രൂവൽറ്റി ആൻഡ് ഹാർഷ്നെസ്, ഹാർഷായിട്ട് പെരുമാറുന്നതിന്. സോ ക്ലെമൻസി ഇസ് എ പോസിറ്റീവ് ടേം ആൻഡ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കുന്നത് വിൽ ബി നെഗറ്റീവ് കോണ്ടെക്സ്റ്റിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സെന്റൻസ് ഇനി നോക്കാം എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത് സെന്റൻസിൽ. ദ പ്രിസണേഴ്സ് കൗൺസിൽ petitioned the governor for clemency on humanitarian ground. So prisoner council എന്താണ് പറഞ്ഞത്? ഗവർണറുടെ അടുത്ത് പെറ്റിഷൻ ചെയ്തു ഫോർ ക്ലെമൻസി. എന്തിനു വേണ്ടിയിട്ട്? ലീനിയൻസി തരാൻ. ഇത്രയും തെറ്റ് ചെയ്തിട്ടില്ലായിരിക്കും എന്ന് പ്രൂവ് ചെയ്തിട്ട് ലീനിയൻസി തരാൻ, അത്ര ശിക്ഷ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗവർണർ എന്ത് ചെയ്തത്? ഗവർണറോട് ക്ലെമൻസിക്ക് ചോദിച്ചത്. ഓക്കെ, ഓൺ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്സ്. സോ ദീസ് ആർ ടേംസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ഹൈക്കോർട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസ് അല്ലേ. സോ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു ബി അവെയർ ഓഫ് ദീസ്. ഓൾറൈറ്റ്, ഇനി നമുക്ക് 8th വൊക്കാബുലറി വേർഡ് നോക്കാം. കോജെന്റ്. വാട്ട് ഡസ് കോജെന്റ് മീൻ? ക്ലിയർ, ലോജിക്കൽ ആൻഡ് കൺവിൻസിങ്, എസ്പെഷ്യലി ഓഫ് ആൻ ആർഗ്യുമെന്റ്. ഒരു ആർഗ്യുമെന്റ് നമ്മൾ ക്ലിയർ, ലോജിക്കൽ, കൺവിൻസിങ് ആയിട്ട് പറയുകയാണെങ്കിലാണ് അതിനെ കൊജന്റ് എന്ന് പറയുന്നത്. യൂഷ്വലി ആർഗ്യുമെന്റിലാണ് നമ്മൾ കൊജന്റ് ആയിട്ട് സംസാരിക്കുന്നതോ പറയുന്നത്. ലൈക്ക് നമുക്ക് പറയാനുള്ള കാര്യം വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് ഫുൾ എന്താണ് കൺവിൻസിങ് ആയിട്ട് മറ്റേ ആൾക്കാരെ ബോധ്യപ്പെടുത്താനായിട്ട് നമ്മൾ പറയൂലേ, അതിനെയാണ് പറയുന്നത് കൊജന്റ്, റൈറ്റ്. ഇതിന്റെ സിനോണിംസ് നമുക്ക് നോക്കാം. ദ സിനോണിംസ് ആർ കമ്പെല്ലിംഗ്, persuasive, valid and sound. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ സിനോണിംസ്. സിമിലർ മീനിങ് വരുന്നത് കമ്പെല്ലിംഗ്, പെർസുവേസീവ്, വാലിഡ് ആൻഡ് സൗണ്ട് ആണ് നമ്മുടെ സിമിലർ കോണ്ടെക്സ്റ്റിൽ വരുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ്സ് എന്താണ്? വീക്ക്, അൺകൺവിൻസിങ്, ഇൻവാലിഡ് ആൻഡ് ഫ്ലിംസി എന്ന് പറയുമ്പം അത് ഓപ്പോസിറ്റ്, ക്ലിയർ അല്ലാത്തത്, ഇല്ലോജിക്കൽ ആയിട്ടുള്ളത്, നോട്ട് കൺവിൻസിങ് ആയിട്ടുള്ളതൊക്കെയാണ്, അൺകൺവിൻസിങ് ആണ്, ഇൻവാലിഡ് ഒക്കെയാണ് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് ടൈം സംബഡി ഈസ് വിന്നിങ് ഇൻ ആൻ ആർഗ്യുമെന്റ്, വാട്ട് യു സേ, അവർ കൊജന്റ് ആണ്, ദേ ആർ ക്ലിയർ, കൺവിൻസിങ് ആയിട്ടാണ് ആർഗ്യുമെന്റ്സ് പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, സെന്റൻസിൽ യൂസ് ചെയ്ത് നോക്കാം. The prosecutor presented a cogent closing argument that left little doubt in the minds of the jury. എന്ന് പറയുമ്പോൾ എന്താണ്? ഒട്ടും ഡൗട്ട് ജൂറിയുടെ മനസ്സിൽ ഇട്ടില്ല. ബിക്കോസ് പ്രോസിക്യൂട്ടർ അത്ര അടിപൊളി കൊജന്റ് ക്ലോസിംഗ് ആർഗ്യുമെന്റ് ആണ് കൊടുത്തത്. കൊജന്റ് ക്ലോസിംഗ് ആർഗ്യുമെന്റ് എന്ന് പറയുമ്പോൾ കൺവിൻസിങ് ക്ലോസിംഗ് ആർഗ്യുമെന്റ് ആണ് പ്രോസിക്യൂട്ടർ ജൂറിക്ക് നൽകിയത്. അപ്പോൾ ജൂറിക്ക് ഒരു സംശയമില്ലായിരുന്നു, ബിക്കോസ് അത്രയും ക്ലിയർ, ക്ലാരിറ്റി, കൺവിൻസിങ് രീതിയിലാണ് ക്ലോസിംഗ് ആർഗ്യുമെന്റ് കൊടുത്തത്. ഓക്കെ, നെക്സ്റ്റ് വേർഡ് നോക്കാം നമുക്ക്. 9th വേർഡ് ഇസ് കൊല്യൂഷൻ. 9th വേർഡ് ഇസ് കൊല്യൂഷൻ. ഇതിന്റെ മീനിങ് എന്താണ്? സീക്രറ്റ് ഓർ illegal cooperation or conspiracy, especially in order to cheat or deceive others. നമ്മൾ എന്തെങ്കിലും ചീറ്റ് ചെയ്യാൻ, ആൾക്കാരെ ചീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ലീഗൽ ആയിട്ട് കോൺസ്പിറസി ഉണ്ടാക്കൂലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓൾറൈറ്റ്, ഇതിന്റെ സിനോണിംസ് ആണ് കോൺസ്പിറസി, കോംപ്ലിസിറ്റി, കൺവെൻസ് ആൻഡ് ഇൻട്രീഗ് ആണ്. കോണിവൻസ് ആൻഡ് ഇൻട്രീഗ് ആണ് ഇതിന്റെ സിനോണിം ആയിട്ട് വരുന്നത്. സോ ദീസ് ആർ ദ സിനോണിംസ് ടു കൊല്യൂഷൻ. കൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ടേമിലാണ് നമ്മൾ പറയുന്നത്. ഇല്ലീഗൽ കോപ്പറേഷൻ ഓർ കോൺസ്പിറസി, എന്തിനു വേണ്ടിയിട്ട്? ഒരാളെ ചീറ്റ് ചെയ്യാനോ മറ്റുള്ള ആൾക്കാരെ എന്താണ് ലൈക്ക് ഡിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്
collusion. ഇതിന്റെ ആന്റണിം എന്താണ്? പോസിറ്റീവ് ആണ് അല്ലെ? Honesty, openness, alignment and discord. All of these are antonyms to the word collusion. Collusion എന്ന് പറയുമ്പോൾ cheat ചെയ്യാൻ വേണ്ടിയിട്ട്. So remember this, C വച്ചാണ് start ചെയ്യുന്നത്. So something related to cheating which also starts with C. Okay, do not forget that tip. So antonyms ഇതിന്റെ വരുന്നത് honesty, openness, alignment and discord. അതായത് നല്ലോണം like honest ആയിട്ട് like സത്യം പറഞ്ഞ് എന്താണ് ആൾക്കാരോട് കള്ളമൊന്നും പറയാതിരിക്കുകയാണ് കൊല്യൂഷന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ സെന്റൻസ്. എങ്ങനെയാണ് നമ്മൾ ഇത് സെന്റൻസിൽ യൂസ് ചെയ്യുന്നത്? The two contractors were accused of collusion to artificially inflate the prices of the public tender. Public tenderന്റെ പ്രൈസസ് കൂട്ടാനായിട്ട് ആർട്ടിഫിഷ്യലി കൂട്ടാനായിട്ട് എന്താണ് ചെയ്തത്? ടു കോൺട്രാക്ടേഴ്സ് were accused എന്ന് പറയുമ്പോൾ അവരെ പിടിച്ചു. അക്യൂസ്ഡ് ഓഫ് കൊല്യൂഷൻ. കൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്താണ് ചെയ്തത്? ആർട്ടിഫിഷ്യലി പ്രൈസസ് കൂട്ടി, പബ്ലിക് ടെൻഡറിന്റെ പ്രൈസസ് കൂട്ടി ആർട്ടിഫിഷ്യലി ആയിട്ട് ചീറ്റ് ചെയ്യാനായിട്ട് ആൾക്കാരെയും അല്ലെങ്കിൽ ഇങ്ങനെ ഡിസീവ് ചെയ്യാനായിട്ടാണ് കൂട്ടിയത്. ഓക്കെ, നെക്സ്റ്റ് വേർഡ് നമുക്ക് നോക്കാം. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ മീനിങ് ഓഫ് കൊല്യൂഷൻ. Our next word is conquer. Conquer means to be of the same opinion or to agree. ഒരാളോട് നിങ്ങൾ അഗ്രി ചെയ്യുന്നു, നിങ്ങൾക്ക് അയാളുടെ ഒപ്പീനിയനും സെയിം ആയിട്ട് തോന്നുന്നു, നിങ്ങളുടെ ഒപ്പീനിയനും വേറൊരാളുടെയും ഒപ്പീനിയനും സെയിം ആയിട്ട് തോന്നുമ്പോഴാണ് നമ്മൾ കൺകർ എന്ന് ഉള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. റൈറ്റ്? ഇതിൻ്റെ സിനോണിംസ് എന്താണ്? അഗ്രി, coincide, accord and assent. ഓക്കെ, ഇതിൻ്റെ മീനിങ്സ് ആണ് സിമിലർ മീനിങ്സ് ആണ്. agree, coincide, accord and assent. So similar meanings ഉള്ളതാണ് കോൺകറിന്റെ. കോൺകറിന്റെ മീനിങ് എന്താണ്? ടു ബി ഓഫ് ദ സെയിം ഒപ്പീനിയൻ. ഒരേ ഒപ്പീനിയൻ എല്ലാവർക്കും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരൊക്കെ രണ്ട് പേർക്കും സെയിം ഒപ്പീനിയൻ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരാൾ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ യു കോൺകർ. ഓക്കെ, അതിൻ്റെ ആന്റണിംസ് ഏതൊക്കെയാണ്? ഡിസ്അഗ്രി, ഡിഫർ, ഡിസെന്റ് ആൻഡ് ക്ലാഷ്. അതായത് നിങ്ങൾ ലൈക്ക് അഗ്രി ചെയ്യുന്നില്ല വേറൊരാളുടെ ഒപ്പീനിയനുമായിട്ട്, യു ഡിസെന്റ് അല്ലെ, ഡിസെന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിസ്അഗ്രി ചെയ്യുന്നു. അതുതന്നെയാണ് നമ്മൾ കോൺകറിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വിളിക്കുന്നത്. ഓൾറൈറ്റ്, നൗ ലെറ്റ്സ് യൂസ് ഇറ്റ് ഇൻ എ സെന്റൻസ്. Justice Malhotra wrote a brief separate opinion to state that she concurred with the majority's ultimate ruling. So Justice Malhotra endana cheythathu? Wrote a brief separate opinion to the state that she concurred. She concurred ennu parayumbol she agreed alle, she agreed with the majority's ultimate ruling. So majority ultimate ruling aayittu concur chedu. Okay, which means agree chedu. All right, let's look at our 11th word now. Deleterious. Okay, deleterious means causing harm or damage. ഒരു കാര്യത്തിനെ വെറുതെ എന്താണ് ഡാമേജ് ചെയ്യുക, അല്ലെങ്കിൽ ഒരാളെ അല്ലെങ്കിൽ മൃഗങ്ങളെ എന്താണ് ഹാം ചെയ്യുക, അതിനെയാണ് നമ്മൾ ഡെലിറ്റീരിയസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സിനോണിം എന്താണ്? ഹാംഫുൾ, ഡെട്രിമെന്റൽ, ഇഞ്ചൂറിയസ് ആൻഡ് അഡ്വേഴ്സ്. സോ സിനോണിം മീൻസ് സിമിലർ മീനിങ് അല്ലേ? സോ ഹാംഫുൾ, ഒരാളെ ഹാം ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഹേർട്ട് ചെയ്യുക, ഡെട്രിമെന്റൽ, ഇഞ്ചുറി കൊടുക്കുക, അഡ്വേഴ്സ്, ഇതൊക്കെയാണ് ഡെലിറ്റീരിയസിൻ്റെ സിനോണിംസ് ആയിട്ട് വരുന്നത്. ഓൾറൈറ്റ്, ആൻഡ് ദെൻ ആന്റണിംസ് ആയിട്ട് എന്താണ് വരുന്നത്? ബെനിഫിഷ്യൽ, അഡ്വാൻറ്റേജ്, ഹെൽപ്ഫുൾ ആൻഡ് ബിനൈൻ. സോ വെൻ യു ആർ ഹെൽപ്ഫുൾ ടു അതേഴ്സ്, വെൻ യു ആർ ഹാംലെസ്, ഹാം ഒന്നും ചെയ്യാണ്ട് ബെനിഫിറ്റ് ചെയ്യാണ് മറ്റു ആൾക്കാരെ, അഡ്വാൻറ്റേജസ് ആണ്. സോ അതാണ് ഇതിൻ്റെ ഡെലിറ്റീരിയസിൻ്റെ ആന്റണിംസ് ആയിട്ട് വരുന്നത്. ബെനിഫിഷ്യൽ, അഡ്വാൻറ്റേജസ്, helpful and benign. Okay, and how do you use it in a sentence? The rapid industrial expansion had a highly deleterious effect on the local river ecosystem. റിവറിൻ്റെ ഇക്കോസിസ്റ്റം എന്താണ്? ഇൻഡസ്ട്രിയലൈസേഷൻ കാരണം അതിന് ഹാംഫുൾ എഫക്റ്റ് ഉണ്ടായി. എന്താണ് ഉണ്ടായത്? ഹൈലി ഡെലിറ്റീരിയസ് എഫക്റ്റ് മീൻസ് ഹാംഫുൾ എഫക്റ്റ് ഉണ്ടായതിന് അല്ലേ? സോ ഹാംഫുൾ എഫക്റ്റ് ഉണ്ടാവുന്നതിന് എന്താണ് നമ്മൾ പറയുന്നത്? ഡെലിറ്റീരിയസ് എന്നാണ് പറയുന്നത്. ഓൾറൈറ്റ്, നെക്സ്റ്റ് വേർഡ് നോക്കിയാലോ. Let's look at our 12th word, which is dimmer. And ഇതിൻ്റെ മീനിങ് എന്താണ്? ടു റേസ് ഒബ്ജെക്ഷൻ ഓർ ഷോ റിലക്റ്റൻസ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും
താല്പര്യമില്ല, ലൈക്ക് ഒരാൾ പറയുന്നത് നിങ്ങൾ അഗ്രി ചെയ്യുന്നില്ല, നിങ്ങൾ എന്താണ് ചെയ്യാൻ പോണത്? യു ഷോ ഡിമർ എന്ന് പറയുമ്പോൾ നിങ്ങൾ അഗ്രി ചെയ്യുന്നില്ല എന്ന് പറയുകയാണ്. ഓൾറൈറ്റ്, റിലക്റ്റന്റ് ആയിട്ട് കാണിക്കുകയാണ്, പ്രൊട്ടസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണ്. അതിനെയാണ് ഡിമർ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, ടു റേസ് ഒബ്ജെക്ഷൻ ഓർ ഷോ റിലക്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിമർ എന്ന് പറയുന്നത്. ഇതിന്റെ സിനോണിംസ് എന്തൊക്കെയാണ് വരുന്നത്? ഒബ്ജെക്റ്റ്, പ്രൊട്ടസ്റ്റ്, ഹെസിറ്റേറ്റ്, വെസിലേറ്റ് എന്നൊക്കെയാണ് വരുന്നത്. ഓൾറൈറ്റ്, വെസിലേറ്റ്, ഹെസിറ്റേറ്റ്, പ്രൊട്ടസ്റ്റ് ആൻഡ് ഒബ്ജെക്റ്റ്. ഒരാൾ കാര്യം പറയുമ്പോൾ വെൻ യു ഒബ്ജെക്ട്, നിങ്ങൾ അതിനോട് യോജിക്കുന്നില്ല, വോട്ട് യു ഡു? യു ഡിമർ. ഓൾറൈറ്റ്, സോ മനസ്സിലായല്ലോ ഡിമറിന്റെ അർത്ഥം. ആൻഡ് ആന്റണിംസ് എന്താണ്? ഡിമർ ഇസ് നെഗറ്റീവ് കോണ്ടെക്സ്റ്റിൽ. ഓൾറൈറ്റ്, നെഗറ്റീവ് വേർഡ് ആണ് ഡിമർ. നിങ്ങൾ ലൈക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ യോജിക്കുന്നില്ല ആ കാര്യത്തിനോട്, സോ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? യു ഡിമർ. ഓൾറൈറ്റ്, ദെൻ ആന്റണിംസ് ഇതൊക്കെയാണ് വരുന്നത്: ആക്സെപ്റ്റ്, എഗ്രി, അക്വിയസ് ആൻഡ് കൺസെൻറ്റ്. ഇതൊക്കെയാണ് പോസിറ്റീവ് ടേംസിൽ വരുന്നത്. നിങ്ങൾ അഗ്രി ചെയ്യുന്നു ഒരാളുടെ കൂടെ, യോജിക്കുന്നു, ഒരാൾ പറയുന്നത് അഗ്രി ചെയ്യുന്നു, യു അഗ്രി വിത്ത് സംബഡീസ് ഒപ്പീനിയൻ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആക്സെപ്റ്റ്, അഗ്രി, അക്വിയസ് ആൻഡ് കൺസെൻറ്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദി ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് ഡിമർ. ആൻഡ് ഇതിനെ സെൻറ്റൻസിൽ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? Normally quite agreeable, the clerk demurred when asked to work past midnight without overtime pay. So normally agreeable എന്ന് പറയുമ്പോൾ നോർമലി അയാൾ ക്ലർക്ക് അഗ്രി ചെയ്യുമായിരുന്നു വർക്ക് ചെയ്യാൻ, പക്ഷെ ക്ലർക്ക് ഡിമാർ ചെയ്തു, ഡിസഗ്രി ചെയ്തു, പ്രൊട്ടസ്റ്റ് ചെയ്തു, ഇല്ല പറ്റൂല എന്ന് പറഞ്ഞു, റിലക്റ്റൻസ് ഷോ ചെയ്തു. വെൻ ആസ്ക്ഡ് ടു വർക്ക് പാസ്റ്റ് മിഡ് നൈറ്റ് വിതൗട്ട് ഓവർ ടൈം പേ. ഒബ്വിയസ്ലി ഓവർ ടൈം പേ കിട്ടൂല എന്ന് പറഞ്ഞപ്പോൾ ക്ലർക്ക് എന്താണ് ചെയ്തത്? ഡിമർ ചെയ്തു, അല്ല എന്ത് ചെയ്തു? പ്രൊട്ടസ്റ്റ് ചെയ്തു. ഓൾറൈറ്റ്, യോജിച്ചില്ല ആ ഒരു കാര്യത്തിനോട്. ഹി ഡിഡ് നോട്ട് അഗ്രി, ഹി പ്രൊട്ടസ്റ്റഡ്. ഓൾറൈറ്റ്, മനസ്സിലായല്ലോ എന്താണെന്ന് ഡിമറിന്റെ അർത്ഥം. ലെറ്റ്സ് ലുക്ക് ആറ്റ് our 13th word, which is disparate. എന്താണ്? disparate. Our 13th word is disparate. ഇതിന്റെ അർത്ഥം എന്താണ്? essentially different in kind, not allowing comparison. അതായത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം, അതിനെ കമ്പയർ ചെയ്യാൻ നമുക്ക് പറ്റൂല, അങ്ങനത്തെ കാര്യങ്ങളെയാണ് നമ്മൾ ഡിസ്പാരേറ്റ് എന്ന് പറയുന്നത്. എസെൻഷ്യലി ഡിഫറെൻറ്റ് ഇൻ കൈൻഡ്, നോട്ട് അലൗവിങ് കമ്പാരിസൺ, സംതിങ് ദറ്റ് കനോട്ട് ബി കമ്പയർഡ്. ഇത് കമ്പയർ ചെയ്യാൻ ഒന്നും ഇല്ല അതിൻ്റെ അടുത്തുള്ള. സോ അതിനെയാണ് നമ്മൾ ഡിസ്പാരേറ്റ് എന്ന് പറയുന്നത്. സിനോണിംസ് നമുക്ക് നോക്കാം. കോൺട്രാസ്റ്റിംഗ്, distinct, divergent and dissimilar. Dissimilar എന്ന് പറയുമ്പോൾ സിമിലാരിറ്റി ഇല്ലാത്തത്, ഒരു ചേർച്ചയും ഇല്ലാത്ത കാര്യം. സോ ഇതിനെ എന്താണ് നമ്മൾ വിളിക്കുന്നത്? we call it disparate, right? Disparate means essentially different in kind, not allowing comparison. ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല, ഡിസിമിലർ ആണ്. ലൈക്ക് നിങ്ങൾ രണ്ടുപേരും രണ്ട് ആർഗ്യുമെന്റ് വെച്ചിരിക്കുകയാണ്, സംതിങ് ദാറ്റ് ഡസൻറ്റ് ഹാവ് എനി സിമിലാരിറ്റി, അതിനെന്താണ് പറയുന്നത്? ഡിസ്പാരേറ്റിനെ ആണ് പറയുന്നത്. ഇതിൻ്റെ ആന്റണിംസ് എന്തൊക്കെയാണ്? സിമിലർ, identical, homogeneous and uniform. These are the antonyms to the word disparate. എന്തൊക്കെയാണ്? Similar, identical, homogeneous and uniform. Alright, so ഇതൊക്കെയാണ് ഇതിൻ്റെ ആന്റണിം. ഡിസ്പാരേറ്റ് എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ നെഗറ്റീവ് സെൻറ്റൻസ്. നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഡിസ്പാരേറ്റ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ആന്റണിംസ് ആയ സിമിലർ എന്താണ്? ഐഡൻറ്റിക്കൽ, ഹോമോജനസ് ആൻഡ് യൂണിഫോം, അതൊക്കെ എന്താണ്? പോസിറ്റീവ് കോണ്ടെക്സ്റ്റിലാണ് വരുന്നത്. ഓൾറൈറ്റ്, how to use this in a sentence? When you are learning a word, it is important to use it in a sentence. അല്ലേ, നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ വേർഡ് വായിക്കുമ്പോൾ അത് എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്? then we better understand അത്, അതിൻ്റെ മീനിങ്, അതിൻ്റെ synonyms, antonyms ഒക്കെ, if you know how to use it in a sentence, right? So that's why ഇവിടെ സെൻറ്റൻസ് എന്താണ് എഴുതിയിരിക്കുന്നത്? The committee attempted to bridge the disparate viewpoints of two political factions. അതായത് കമ്പനി എന്താണ് ചെയ്തത്? Try to bridge the disparate. Bridge എന്ന് പറയുമ്പോൾ ലൈക്ക് ചേർപ്പിക്കാൻ നോക്കി. Bridge the disparate viewpoints of two political factions എന്ന് പറയുമ്പോൾ രണ്ട് പൊളിറ്റിക്കൽ ഫാക്ഷൻ്റെ ഓബ്വിയസ്ലി ഒപ്പീനിയൻസ് വേറെ ആയിരിക്കുമല്ലോ. ഡിസ്പാരറ്റ് വ്യൂ പോയിന്റ്സ് ആണല്ലോ, സിമിലർ അല്ലാത്ത വ്യൂ പോയിന്റ്സ് ആണല്ലോ. നോട്ട് സിമിലർ ആണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, നോട്ട് സിമിലർ.
ഓക്കെ, അതിൻ്റെ നോട്ട് സിമിലർ എന്താണ് വ്യൂ പോയിന്റ്സിനെ ചേർപ്പിക്കാൻ നോക്കി. ഓൾറൈറ്റ്, ലൈക്ക് സിമിലർ ആക്കാൻ നോക്കി ദ കമ്മിറ്റി. സോ ഇതാണ് ഡിസ്പാരേറ്റിൻ്റെ മീനിങ് വരുന്നത്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? So we learned 13 words ഇപ്പോൾ HCA commonly ask ചെയ്യുന്നതും these words are also important for other exams. So everybody take note of it. ഇത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ്, റൈറ്റ്? അത് ആൻഡ് ട്രൈ, ഇഫ് യു ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്, നിങ്ങളുടെ ഇംഗ്ലീഷ് ഫസ്റ്റ് ലാംഗ്വേജ് അല്ല, അങ്ങനെയാണെങ്കിൽ ട്രൈ ടു ഇൻകോപ്പറേറ്റ് ദീസ് വേർഡ്സ് ഇൻ യുവർ ഡെയിലി യൂസേജ്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ പ്രാക്ടീസ് ബെറ്റർ ആവും. ഓൾറൈറ്റ്, ലെറ്റ്സ് ഗോ ടു ദ 14th word, which is egregious. എന്താണ്? egregious ആണ് നമ്മുടെ 14th word, and the meaning is outstandingly bad or shocking. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യം, സംതിങ് ബാഡ്, ഷോക്കിംഗ് ആയിട്ടൊരു ന്യൂസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് egregious എന്ന് പറയുന്നത്. എന്താണ്? ഔട്ട്സ്റ്റാൻഡിംഗ്ലി ബാഡ്, ഭയങ്കരമായിട്ട് ബാഡുള്ള ഷോക്കിംഗ് ഒരു ന്യൂസോ എന്തെങ്കിലും വാർത്തയോ കിട്ടുന്നതാണ് നമ്മൾ egregious എന്ന് പറയുന്നത്. അഗൈൻ എന്ത് കോണ്ടെക്സ്റ്റിലാണ്? നെഗറ്റീവ് ആണിത്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ സിനോണിംസ് എന്താണ് വരുന്നത്? ഫ്ലാഗ്രന്റ്, ഗ്ലെയറിംഗ്, അട്രോഷ്യസ് ആൻഡ് സ്കാൻഡലസ് ആണ് ഇതിൻ്റെ സിനോണിംസ് വരുന്നത്. ദീസ് ആർ 4 synonyms to the word egregious. egregious എന്താണ്? ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോഴാണ് അതിന് എന്ത് പറയുന്നത്? egregious എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, ഇതിൻ്റെ ആന്റണിം എന്തായിരിക്കും? ഓപ്പോസിറ്റ്. സോ പോസിറ്റീവ് കോണ്ടെക്സ്റ്റിലായിരിക്കും. മാർവലസ്, മൈനർ, അൺനോട്ടിസബിൾ ആൻഡ് അഡ്മിറബിൾ. ഓൾറൈറ്റ്, സോ ദീസ് ആർ എന്താണ്? ആന്റണിംസ് ഓഫ് ദ വേർഡ് egregious. ഓൾറൈറ്റ്, സോ egregious എന്ന് പറയുമ്പോൾ എന്താണ്? വെരി വെരി ഷോക്കിംഗ്, ഭയങ്കര ബാഡ് വാർത്ത, ബാഡ് ന്യൂസ് ഓർ സംതിങ് ദാറ്റ് ലൈക്ക് ഷോക്സ് യു ഈസ് egregious. And shocking is not in a good term. Surprise is good. പക്ഷേ ഷോക്കിംഗ് എന്ന് പറയുമ്പോൾ സംതിങ് ദാറ്റ് യു ഡു നോട്ട് എൻജോയ്, ലൈക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്തെങ്കിലും അറിഞ്ഞാലാണ് അതിനെ ഷോക്ക് എന്ന് പറയുന്നത്, റൈറ്റ്? സോ ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ എ ഗുഡ് ടേംസ്. ഓൾ റൈറ്റ്, സെൻറ്റൻസിലെ യൂസേജ് നമുക്ക് നോക്കാം. The official was dismissed for an egregious breach of safety protocol that put hundreds of lives at risk. So എന്താണ്? ഒഫീഷ്യലി ഡിസ്മിസ് ചെയ്തു. എന്തിന്? ഫോർ ആൻ egregious breach. egregious breach എന്ന് പറയുമ്പോൾ എന്തോ സേഫ്റ്റി പ്രോട്ടോക്കോളിനെ ബ്രീച്ച് ചെയ്യാൻ നോക്കി, egregious ആയിട്ട് ലൈക്ക് ബാഡ് ആയിട്ട് ബ്രീച്ച് ചെയ്യാൻ നോക്കി. ദാറ്റ് പുട്ട് ഹൺഡ്രഡ്സ് ഓഫ് ലൈഫ് അറ്റ് റിസ്ക്. സോ അതിനെ ലൈഫിനെ റിസ്കിലിട്ടപ്പോൾ എന്ത് ബിഹേവിയർ ആണത്? egregious ബിഹേവിയർ ആണ്, ബാഡ്, ഔട്ട്സ്റ്റാൻഡിംഗ്ലി ബാഡ്. ഓൾറൈറ്റ്, സോ നെഗറ്റീവ് കോണ്ടെക്സ്റ്റിലാണ് egregious വരുന്നത്. Alright, let's look at the 15th word. ഇത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. I think this is PYQ favorite ആണെന്ന് തോന്നുന്നു. Like there are so many question papers with this word in it. Ephemeral. എപ്പോഴും ചോദിക്കുന്ന ഒരു വേർഡാണ് ephemeral. ലൈക്ക് ഇറ്റ്സ് വെരി വെരി കോമൺലി ആസ്ക്ഡ്. അപ്പോൾ ഈ വേർഡ് എന്തായാലും ആരും മറക്കരുത്, എന്തായാലും ഇത് പഠിക്കണം, നോട്ട് ചെയ്യണം, റൈറ്റ്? എഫിമെറൽ. എഫിമെറലിൻ്റെ അർത്ഥം എന്താണ്? ലാസ്റ്റിംഗ് ഫോർ എ വെരി ഷോർട്ട് ടൈം, ഭയങ്കര കുറച്ച് സമയത്തിനേക്ക് ലാസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ എഫിമെറൽ എന്ന് പറയുന്നത്. അത് സന്തോഷമായാലും ശരി, സങ്കടമായാലും ശരി, എന്തും കുറച്ച് സമയത്തേക്ക് ലാസ്റ്റ് ചെയ്യണത്തിനാണ് നമ്മൾ എഫിമെറൽ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, സോ റിമെമ്പർ ദിസ്. എഫിമെറൽ മീൻസ് ലാസ്റ്റിംഗ് ഫോർ എ വെരി ഷോർട്ട് ടൈം, കുറച്ച് ടൈമത്തേക്ക് നിൽക്കുന്ന കാര്യത്തിനാണ് നമ്മൾ എഫിമെറൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ സിനോണിംസ് എന്തൊക്കെയാണ്? ട്രാൻസിയൻറ്റ്, ഫ്ലീറ്റിംഗ്, മൊമെൻ്ററി, ഷോർട്ട് ലിവ്ഡ്. അതായത് കുറച്ച് കാലത്തേക്ക് നിൽക്കുന്നത്, അതിനാണ് നമ്മൾ എഫിമെറൽ എന്ന് പറയുന്നത്. ട്രാൻസിയൻറ്റ്, ഫ്ലീറ്റിംഗ്, മൊമെൻ്ററി. മൊമെൻ്ററി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം നടക്കുന്ന ഇതിൽ മാത്രം, ലൈക്ക് ഈ ഒരു മൊമെൻറ്റിൽ മാത്രം, അതിനെയാണ് നമ്മൾ മൊമെൻ്ററി എന്ന് പറയുന്നത്. ആൻഡ് ഷോർട്ട് ലിവ്ഡ്. ഷോർട്ട് ലിവ്ഡ് എന്ന് പറയുമ്പോൾ കുറച്ച് സമയത്തേക്ക്. സോ ദീസ് ആർ ഓൾ സിമിലർ മീനിങ്, സിനോണിംസ് ഓഫ് ദ വേർഡ് ephemeral. ഓൾറൈറ്റ്, ഇതിൻ്റെ ആന്റണിംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പെർമനൻറ്റ്, എറ്റേർണൽ, എവർലാസ്റ്റിംഗ് ആൻഡ് എൻഡ്യൂറിങ്. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അവർക്ക് ചോദിക്കാം. മേ ബി ദിൽ ആസ്ക് ദ മീനിങ് ഓഫ് ദിസ് വേർഡ്, ഓർ ചിലപ്പം എന്താണ് ഇതിൻ്റെ ആന്റണിമോ സിനോണിമോ കണ്ടുപിടിക്കാൻ പറയും. സോ റിമെമ്പർ ദ സിനോണിംസ് ആസ് വെൽ ആസ് ദ ആന്റണിംസ്. ഓക്കെ, സിനോണിം എന്താണ്? ട്രാൻസിയൻറ്റ്, ഫ്ലീറ്റിംഗ്, മൊമെൻ്ററി ആൻഡ് ഷോർട്ട് ലിവ്ഡ് ആണ് ഇതിൻ്റെ. എഫിമെറൽ മീൻസ് ലാസ്റ്റിംഗ് ഫോർ എ വെരി ഷോർട്ട് ടൈം, കുറച്ച് ടൈമത്തേക്ക് നിൽക്കുന്ന കാര്യത്തിനാണ് നമ്മൾ എഫിമെറൽ എന്ന് പറയുന്നത്.
And antonyms എന്താണ്? Permanent. Permanent എന്ന് പറയുമ്പോൾ എപ്പോഴും ഉള്ളത്. And eternal, എപ്പോഴും ഉള്ളത്. Everlasting, എപ്പോഴും ഉള്ളത്. And enduring, right? So these are the opposites of the word ephemeral. And how do you use it in a sentence? Fame in the era of social media is often ephemeral, fading as quickly as it arrives. അല്ലേ? കറക്റ്റ് അല്ലേ പറഞ്ഞത്? സോഷ്യൽ മീഡിയയിലുള്ള ഫെയിം എന്താണ്? എഫെമെറൽ ആണ് എന്ന് പറയുമ്പോൾ അത് അധികം കാലം ഒന്നും നിൽക്കില്ല, പെട്ടെന്ന് വരും, പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്യും, റൈറ്റ്? ഇറ്റ് ഫേഡ്സ് ആസ് ക്വിക്ലി ആസ് ഇറ്റ് അറൈവ്സ്. എത്ര പെട്ടെന്നാണ് വരുന്നത് അത്രയും പെട്ടെന്ന് അത് ഫേഡായി പോവുകയാണ് ചെയ്യുന്നത്. സോ ഫെയിം ഇൻ സോഷ്യൽ മീഡിയ ഇസ് എഫിമെറൽ. എഫിമെറൽ എന്ന് പറയുമ്പോൾ ഷോർട്ട് ലിവ്ഡ്. ഷോർട്ട് ലിവ്ഡ് എന്ന് പറയുമ്പോൾ കുറച്ച് സമയത്തേക്ക് മാത്രമേ നമുക്കത് അനുഭവിക്കാൻ പറ്റുള്ളൂ. ഓൾറൈറ്റ്, സോ ഐ ഹോപ്പ് യു നോട്ട് ദിസ് വേർഡ് എഫിമെറൽ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. പല പ്രാവശ്യവും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്, ഞാൻ ചോദിച്ചിട്ടുണ്ട് എക്സാംസിന്. മിക്ക എക്സാമിനും വരുന്ന ഫേവറേറ്റ് വൊക്കാബുലറി വേർഡാണ് എഫെമെറൽ. സോ ടേക്ക് നോട്ട് ഓഫ് ദിസ്. ഓൾറൈറ്റ്, ഓക്കെ, നെക്സ്റ്റ് വേർഡ് നോക്കാം. 16th word is equivocal. Equivocal എന്താണ്? To open to more than one interpretation, ambiguous എന്ന് പറയുമ്പോൾ ഒരു കാര്യമല്ല വേറെ കാര്യങ്ങളും അറിയാനുള്ള ഇതിനെയാണ് നമ്മൾ ഇക്വിവോക്കൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഒരു ഇന്റർപ്രിട്ടേഷൻ മാത്രമല്ല, അതിന് വേറെ പോസിബിലിറ്റീസ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള അറിവിനെയാണ് നമ്മൾ ഇക്വിവോക്കൽ എന്ന് പറയുന്നത്, ഓർ ആംബിഗ്വസ്. ഓൾറൈറ്റ്, ഇതിന്റെ സിനോണിംസ് എന്താണ്? ambiguous, vague, cryptic and evasive. And ഇതും ഒരു നെഗറ്റീവ് കോണ്ടെക്സ്റ്റിലാണ്. അതായത് ഒരു കാര്യത്തോട് ഉറപ്പിച്ചിരിക്കുന്നത്, ലൈക്ക് കുറെ എല്ലാ കാര്യത്തിനെയും ലൈക്കിനോ അറിഞ്ഞറിഞ്ഞ് കൂട്ടി ലൈക്കിനോ മിക്സ് ചെയ്ത് ലൈക്കിനോ സേവ് ചെയ്യുക, അതാണ് ഇക്വിവോക്കലിന്റെ അർത്ഥം. സോ ഇതും നെഗറ്റീവ് കോണ്ടെക്സ്റ്റിലാണ് വരുന്നത്. സോ ഒരു കാര്യത്തിൽ ഉറപ്പില്ലായ്മയാണ് ഇക്വിവോക്കൽ എന്ന് പറയുന്നത്. ഓപ്പൺ ടു മോർ ദാൻ വൺ ഇന്റർപ്രിട്ടേഷൻ. ഇപ്പൊ പറയാണ്, ഫോർ എക്സാമ്പിൾ ഒരു തെഫ്റ്റ് ഉണ്ടായി. തെഫ്റ്റ് എന്ന് പറയുമ്പോൾ ലൈക്ക് കളവ് പോയൊരു സാധനം. സോ യു ആർ സെയിങ് മേ ബി അയാളായിരിക്കും, ഓർ ദിസ് ഗൈ ആയിരിക്കും, ഓർ ദിസ് ഗൈ. യു ആർ നോട്ട് ക്ലിയർ അബൌട്ട് ഇറ്റ്. സോ ക്ലിയർ അല്ലാത്ത കാര്യമാണ് ഇക്വിവോക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, മോർ ദാൻ വൺ ഇന്റർപ്രിട്ടേഷനിൽ ഡിപ്പെൻഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താണ്? വോക്കലാണ്. ഇതിന്റെ ആന്റണിംസ് എന്താണ്? ക്ലിയർ, എക്സ്പ്ലിസിറ്റ്, unambiguous and definite. So definite ആണ്, ക്ലിയർ ആണ്, എക്സ്പ്ലിസിറ്റ് ആണ്, അതൊക്കെയാണ് നമ്മുടെ ഇക്വിവോക്കലിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. ദാറ്റ് മീൻസ് സംതിങ് യു ആർ ക്ലിയർ അബൌട്ട്, സംതിങ് യു ആർ ഡെഫിനിറ്റ് അബൌട്ട്. അൺആംബിഗ്വസ് ആണ് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇക്വിവോക്കൽ ഇസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. യെസ് സ്നേഹ, കറക്റ്റ്. എഫിമെറൽ ഇസ് ഷോർട്ട് lived, not short lived. Short lived എന്ന് പറയുമ്പോൾ കുറച്ച് കാലത്തേക്ക്. ഓൾറൈറ്റ്, സോ നൗ ഇക്വിവോക്കൽ എങ്ങനെയാണ് നമ്മൾ സെന്റൻസിൽ യൂസ് ചെയ്യണത്? The witness gave an equivocal answer, leaving both sides unsure of what he actually meant. സോ വിറ്റ്നസ് എന്താണ് ചെയ്തത്? ഇക്വിവോക്കൽ ആൻസർ ആണ് കൊടുത്തത്. അതായത് കുറേ ലൈക്ക് ഓപ്പൺ ടു ഇന്റർപ്രിട്ടേഷൻ, കുറേ ആൻസർ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ് കറക്റ്റ് ആയിട്ട് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല. ബോത്ത് സൈഡ്സ് അൺഷുവർ വാട്ട് ഹി ആക്ച്വലി മെന്റ്. സോ അയാൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല, ബിക്കോസ് അയാൾ അങ്ങനെ കുറേ കാര്യങ്ങളാണ് പറഞ്ഞു പോയത്, ബേസിക്കലി ഒരു ക്ലാരിറ്റി ഇല്ലാതെ. ഓക്കെ, ആംബിഗ്വസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ട് പോയത്. ഓൾറൈറ്റ്, സോ ഓപ്പൺ ടു മോർ ദാൻ വൺ ഇന്റർപ്രിട്ടേഷൻ, ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഇത് കാണിക്കുന്നത്. ഓൾറൈറ്റ്, നെക്സ്റ്റ് വേർഡിലേക്ക് പോകാം നമുക്ക്. The 17th word is exonerate. Exonerateന്റെ അർത്ഥം എന്താണ്? To absolve someone from blame for a fault or wrongdoing. അതായത് ലൈക്ക് ഒരാളെ മാറ്റുക, എന്തെങ്കിലും അയാൾ തെറ്റോ എന്തെങ്കിലും ബ്ലെയിമിൻ്റെ അണ്ടർ വന്നാൽ അയാളെ അവിടെ നിന്ന് മാറ്റുക, അതിനെയാണ് എക്സിനറേറ്റ് എന്ന് പറയുന്നത്. ടു അബ്സോൾവ് സമ്മൺ ഫ്രം ബ്ലെയിം ഫോർ എ ഫോൾട്ട് ഓർ റോങ് ഡേ. ഇപ്പോൾ ഒരാൾ തെറ്റ് ചെയ്ത് അയാളെ അവിടെ നിന്ന് മാറ്റി രക്ഷിക്കുക, അതിനെയാണ് ലൈക്ക് ക്ലിയർ ചെയ്യുക അവിടെ നിന്ന് അയാളെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സിനറേറ്റ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, സിനോണിംസ് എന്താണ് എക്സിനറേറ്റിൻ്റെ? acquit, exculpate, vindicate and clear. Alright, so these are all synonyms, similar meanings of the word exonerate. ഒരാളെ ബ്ലെയിം ചെയ്യുന്നു, അയാളെ തെറ്റ് ചെയ്തെന്ന് അവിടെ നിന്ന് മാറ്റുക എന്നാണ് എക്സനറേറ്റിന്റെ അർത്ഥം. ഓൾറൈറ്റ്, ഇതിന്റെ ആന്റണിം എന്താണ്? ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി convict, condemn, incriminate and blame. ഒരാളെ ബ്ലെയിം ചെയ്യുക, ഇയാളാണ് ചെയ്തതെന്ന് പറയുക, അതിനെയാണ് നമ്മൾ ഇതിന്റെ എക്സനറേറ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റൈറ്റ്, convict, condemn,
incriminate and blame ആണ് exonerateന്റെ opposite ആയിട്ട് വരുന്നത്, right? And how do you use this in a sentence? DNA evidence emerged 10 years later that served to completely exonerate the the wrongfully convicted man. So ഇവിടെ എന്താണ് ചെയ്യുന്നത്? wrongfully convict ആയ ആളെ exonerate ചെയ്തെന്ന് പറയുമ്പോൾ ബ്ലെയിമിൽ നിന്ന് മാറ്റി. സോ DNA എവിഡൻസ് കാരണം 10 years later തെറ്റ് ചെയ്ത ആളെ അവിടെ നിന്ന് മാറ്റി, ലൈക്ക് തെറ്റിന്ന് മാറ്റി. സോ എക്സനറേറ്റ് ചെയ്തു. ഓക്കെ, റോങ്ഫുള്ളി തെറ്റ് ചെയ്ത ആൾ. സോ അയാൾ ശരിക്കും തെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷേ DNA എവിഡൻസ് എന്താണ് പറഞ്ഞത്? അയാൾ തെറ്റ് ചെയ്തിട്ടില്ല. സോ അയാളെ അവിടെ നിന്ന് ബ്ലെയിമിൽ നിന്ന് മാറ്റി. സോ അതിനെയാണ് നമ്മൾ എക്സനറേറ്റ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, നെക്സ്റ്റ് വേർഡ് നോക്കാം. 18th word is fastidious. എന്താണ്? fastidious ആണ് നമ്മുടെ 18th word, which means very attentive to and concerned about accuracy and detail. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ, and everybody should have the skill, right? നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണായാലും ശരി, വർക്കിലായാലും ശരി, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ആക്യുറേറ്റ് റിസൾട്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അറ്റൻഷൻ കൊടുക്കണേനെയാണ്, അല്ലെങ്കിൽ നമ്മൾ ആ കൺസേൺ കാണിക്കണേനെയാണ് fastidious എന്ന് പറയുന്നത്. സംതിങ് ഇറ്റ്സ് എ പോസിറ്റീവ് സ്കിൽ. ഓക്കെ, എന്താണിത്? പോസിറ്റീവ് സ്കില്ലാണ്. fastidious എന്താണ്? ടു ബി അറ്റൻറ്റീവ്, വെരി അറ്റൻറ്റീവ് ടു ആൻഡ് കൺസേൺഡ് അബൌട്ട്, ആക്യുറസിയും ഡീറ്റെയിലിന് കൺസേൺ കാണിക്കണം. ആൻഡ് ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ വിച്ച് പ്രൊഫഷൻ? ഒബ്വിയസ്ലി ഓൾ പ്രൊഫഷൻ, ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എന്തെങ്കിലും പോലീസ് കേസൊക്കെ ആണെങ്കിൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആക്യുറസിയും എന്താണ് അറ്റൻഷൻ വേണ്ടത്, ഡീറ്റെയിൽസിന്, അല്ലേ? ലോയേഴ്സ്, പോലീസ്, ലോ റിലേറ്റഡ് പ്രൊഫഷനാണ് ഏറ്റവും കൂടുതൽ ആക്യുറസിയും ഡീറ്റെയിൽ കേസ് സോൾവ് ചെയ്യാനൊക്കെ വേണ്ടത്, റൈറ്റ്? സോ ഫാസ്റ്റീഡിയസ് എന്താണ്? ടു ബി അറ്റൻറ്റീവ് ആൻഡ് കൺസേൺഡ് അബൌട്ട് ആക്യുറസി ആൻഡ് ഡീറ്റെയിൽ. ഏറ്റവും ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ കാണൂലേ, അതിനെയാണ് ഫാസ്റ്റീഡിയസ് എന്ന് പറയുന്നത്. സിനോണിംസ് നോക്കാം നമുക്ക്. മെറ്റിക്കുലസ്, സ്ക്രപ്ലെസ്, ഫസി, പെയിൻസ്റ്റേക്കിംഗ് ആണ് ഇതിൻ്റെ ഫാസ്റ്റീഡിയസിൻ്റെ സിമിലർ മീനിങ് ഉള്ള വേർഡ്സ് വരുന്നത്. ആന്റണിംസ് എന്താണ്? കെയർലെസ്, സ്ലോപ്പി, ഇൻഡിഫറൻറ്റ് ആൻഡ് നെഗ്ലിജൻറ്റ്. അതായത് ആക്യുറസി കാണുന്നില്ല, ഡീറ്റെയിൽ ഒന്നും നോക്കുന്നില്ല, ലേസി ആണ്. ഇതിനെയാണ് നമ്മൾ ആന്റണിംസ് പറയുന്നത് ഫാസ്റ്റീഡിയസിൻ്റെ. ഫാസ്റ്റീഡിയസ് സംബഡി ഹു കെയർസ് അബൌട്ട് ഡീറ്റെയിൽസ്. അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട്സോ അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള പോയിന്റ്സ് കണ്ടുപിടിക്കാൻ കെയർ ചെയ്യുന്ന ആളാണ് ഫാസ്റ്റീഡിയസ്. ആൻഡ് സംബഡി ഹു സ്ലോപ്പി, കെയർലെസ്, ലേസി, ഇൻഡിഫറൻറ്റ്, നെഗ്ലിജൻറ്റ്, ഇത് ഫാസ്റ്റീഡിയസിൻ്റെ ഓപ്പോസിറ്റ് ആണ്, റൈറ്റ്? And how do you use it in a sentence? The court recorder was fastidious. Fastidious എന്ന് പറയുമ്പോൾ എല്ലാ ഡീറ്റെയിൽസ് ആക്യുറേറ്റ്ലി ഇരുന്ന് എഴുതിയായിരുന്നു. Ensuring that every spoken word was captured without a single typo. Typo is error. Alright? Error ഇല്ലാണ്ട് എല്ലാ സിംഗിൾ വേർഡ് ആക്യുറേറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. കോർട്ട് റെക്കോർഡർ എന്തായിരുന്നു? ഫെസ്റ്റീഡിയസ് ആയിരുന്നു. ഇറ്റ് ഇസ് എ സ്കിൽ, അല്ലേ? സോ കോർട്ട് റെക്കോർഡർ മര്യാദയ്ക്ക് ഫുൾ ഡീറ്റെയിൽ ആക്യുറസിയോടെ എഴുതിയോണ്ട് ഹീസ് കോൾഡ് ഫെസ്റ്റീഡിയസ്. എൻഷുറിംഗ് ദാറ്റ് എവറി സ്പോക്കൺ വേർഡ് വാസ് ക്യാപ്ചേർഡ് വിതൗട്ട് എ സിംഗിൾ ടൈപ്പോ. All right, let's look at our 19th word. This is impugn. ഇതിന് എന്താ പറയുന്നത്? Impugn. I know the word doesn't look like how it is being pronounced, പക്ഷേ ഇതിൻ്റെ correct pronunciation ആണ് impugn. Okay? Meaning എന്താണ്? To call into question the truth, honesty or validity of something. എന്തെങ്കിലും നമ്മൾ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വിളിക്കുകയാണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാണ്, അതിനെയാണ് നമ്മൾ impugn എന്ന് പറയുന്നത്. Alright? ഇതിൻ്റെ സിനോണിംസ് എന്താണ്? Challenge, dispute, query, question, right? So these are the synonyms of the word impugn. Impugn means to question the truth. ഇത് ശരിയാണോ അല്ലെന്ന് ഒരാൾ ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ impugn എന്ന് പറയുന്നത്. ഇതിൻ്റെ ആന്റണിംസ് എന്താണ്? സപ്പോർട്ട്, ഡിഫെൻഡ്, വാലിഡേറ്റ്, കൺഫേം. എന്താണ്? നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞെങ്കിൽ ഒബ്വിയസ്ലി അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ. ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, നമ്മൾ ഓൾറെഡി സപ്പോർട്ട് ചെയ്യുന്നു, കൺഫേം ചെയ്യുന്നു, വാലിഡേറ്റ് ചെയ്യുന്നു, ഡിഫെൻഡ് ചെയ്യുന്നു. ഒരാൾ പറഞ്ഞ കാര്യം അതിന് ഇംപ്യൂൺ ചെയ്യുന്നില്ല. ഇംപ്യൂൺ എന്ന് പറയുമ്പോൾ നമ്മൾ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ചോദ്യം ചോദിക്കുന്നതാണ് ഇംപ്യൂൺ. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് സപ്പോർട്ട്, ഡിഫെൻഡ്, വാലിഡേറ്റ് ആൻഡ് കൺഫേം, റൈറ്റ്? ആൻഡ് ഹൗ ഡു യു യൂസ് ദിസ് ഇൻ എ സെൻറ്റൻസ്? The defense attorney sought to impugn the credibility of the informant by highlighting his past criminal records. എന്താണ് ചെയ്തത്? ഡിഫെൻസ് അറ്റോർണി ഇംപ്യൂൺ ചെയ്ത്. ഇംപ്യൂൺ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ചെയ്ത്. ക്വസ്റ്റ്യൻ എന്തിനെയാണ് ചെയ്തത്?
ക്വസ്റ്റ്യൻ ചെയ്തു. ക്രെഡിബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ എത്ര സത്യാവസ്ഥയുണ്ട് ഇൻഫർമേഷനിൽ ബൈ ഹൈലൈറ്റിംഗ് ഹിസ് പാസ്റ്റ് ക്രിമിനൽ റെക്കോർഡ്. സോ പാസ്റ്റ് ക്രിമിനൽ റെക്കോർഡ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചെയ്തത് എത്ര സത്യാവസ്ഥയുണ്ട്, എത്രയാണ് കള്ളത്തരം കാണിക്കുന്നതെന്നും. ഓൾറൈറ്റ്, സോ ഇംപ്യൂണിന്റെ അർത്ഥം എന്താണ്? ടു ക്വസ്റ്റ്യൻ ട്രൂത്ത്, ഓണസ്റ്റി ഓർ വാലിഡിറ്റി. ഓക്കെ, ഓൾറൈറ്റ്, ലെറ്റ്സ് ലുക്ക് അറ്റ് ദ 20th question. Inadvertent എന്ന് പറയുമ്പോൾ എന്താണ്? Not resulting from or achieved through deliberate planning. Unintentional ആയിട്ട് എന്തെങ്കിലും കിട്ടുന്നത്. നമ്മൾ ലൈക്ക് ഒരു കാര്യം ചെയ്തു. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ഓട്ട മത്സരത്തിലോടി, റൈറ്റ്? വി റാൻ എ മാരത്തോൺ ഓർ സംതിങ് ആൻഡ് വി വൺ. നമ്മൾ ജയിച്ചു ആ പ്രൈസ്. ചിലപ്പോൾ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കില്ല, വി വർ നോട്ട് പ്ലാനിങ് ടു വിൻ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇൻഅഡ്വേർട്ടൻറ്റ് എന്ന് പറയുന്നത്. നോട്ട് റിസൾട്ടിങ് ഫ്രം ഓർ അച്ചീവ്ഡ് ത്രൂ ഡെലിബറേറ്റ് പ്ലാനിങ്. അതായത് നമ്മൾ ഡെലിബറേറ്റ് പ്ലാൻ ചെയ്തൊന്നും കിട്ടാണ്ട് നമുക്ക് കിട്ടുന്നതാണ് അൺഇൻറ്റൻഷണൽ ആയിട്ട്. അതിനെയാണ് നമ്മൾ ഇൻഅഡ്വേർട്ടൻറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സിനോണിംസ് നമുക്ക് നോക്കാം. അൺഇൻറ്റൻഷണൽ, ആക്സിഡൻ്റൽ, അൺവിറ്റിംഗ്, അൺഇൻറ്റൻഡഡ്. ആക്സിഡൻ്റൽ അറിയാണ്ട്, റൈറ്റ്? അൺഇൻറ്റൻഷണൽ അറിയാണ്ട്, അൺവിറ്റിംഗ് അറിയാണ്ട്, അൺഇൻറ്റൻഡഡും അറിയാണ്ട് നമ്മുടെ അടുത്ത് സംഭവിക്കുന്നതാണ് ഇൻഅഡ്വേർട്ടൻറ്റ്. ഓൾറൈറ്റ്, ഇതിൻ്റെ ആന്റണിംസ് എന്തായിരിക്കും? അറിഞ്ഞിട്ട്, ഡെലിബറേറ്റ്, intentional, planned and premeditated. അല്ലേ, ഇതാണ് premeditated ആണ് ഇതിൻ്റെയൊക്കെ antonyms, opposites വരുന്നത്. Alright, and how do you use it in a sentence? The clerical error was entirely inadvertent. Entirely inadvertent എന്ന് പറയുമ്പോൾ unintentional അറിയാണ്ടായതാണ് അല്ലേ? So unintentional അറിയാണ്ടായിരുന്നു ക്ലറിക്കൽ എറർ പറ്റിയത്. ബട്ട് ഇറ്റ് സ്റ്റിൽ ഡിലേഡ് ദ എക്സിക്യൂഷൻ ഓഫ് ദ കോർട്ട് ഓർഡർഡ് ബൈ എ വീക്ക്. സോ ഒരാളുടെ തെറ്റ് കാരണം, അൺഇൻറ്റൻഷണൽ തെറ്റായിരുന്നു, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തെറ്റല്ലായിരുന്നു, പക്ഷെ എന്നാലും അത് കാരണം എക്സിക്യൂഷൻ ഓഫ് ദ കോർട്ട് ഡിലേ ആയി. ഓൾറൈറ്റ്, സോ ദീസ് ആർ ദ പ്ലേസസ് യു ക്യാൻ യൂസ് ദീസ് വേർഡ്സ് അല്ലേ? ഓൾറൈറ്റ്, ഇനി നമുക്ക് 21st വേർഡ് നോക്കാം. ഇൻജങ്ഷൻ. Injunction, and the meaning is an authoritative warning or order, specifically a judicial order restraining someone from an action. ഒരു ജുഡീഷ്യൽ ഓർഡർ തരികയാണ് ദാറ്റ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. ഇപ്പം എന്തെങ്കിലും ക്രിമിനൽ കേസ് വല്ലതും ഉണ്ടെങ്കിൽ യു ആർ നോട്ട് സപ്പോസ് ടു ഗെറ്റ് ഔട്ട് ഓഫ് യുവർ ഹൗസ് അറസ്റ്റ് തരികയാണ്, ഇങ്ങനെ റിസ്ട്രെയിനിങ് ഓർഡർ തരികയാണ്. അതിനെയാണ് നമ്മൾ ഇൻജങ്ഷൻ എന്ന് വിളിക്കുന്നത്. ആൻഡ് അതോറിറ്റേറ്റീവ് വാർണിംഗ് ഓർ ഓർഡർ, സ്പെസിഫിക്കലി എ ജുഡീഷ്യൽ ഓർഡർ റിസ്ട്രെയിനിങ് സമ്മൺ ഫ്രം ആൻ ആക്ഷൻ. ഒരു ആക്ഷനിൽ നിന്ന് റിസ്ട്രെയിൻ ചെയ്യാണ്, സമ്മതിക്കുന്നില്ല അത് ചെയ്യാൻ. ആര് സമ്മതിക്കുന്നില്ല? കോർട്ടോ ലോ സമ്മതിക്കുന്നില്ല ചെയ്യാൻ. അതിനെയാണ് നമ്മൾ ഇൻജങ്ഷൻ എന്ന് വിളിക്കുന്നത്. സിനോണിംസ് നോക്കാം ഇൻജങ്ഷൻ്റെ. ഓർഡർ, മാൻഡേറ്റ്, ഡിക്രി, പ്രൊഹിബിഷൻ ആണ് ഇതിൻ്റെ സിനോണിം, സിമിലർ മീനിങ്സ് ആയിട്ട് വരുന്നത്. പ്രൊഹിബിഷൻ കേട്ടിട്ടില്ലേ? ചെയ്യാൻ പാടില്ല. ലൈക്ക് യു ആർ നോട്ട് സപ്പോസ് ടു ഡ്രിങ്ക് ആൽക്കഹോൾ വൈൽ ഡ്രൈവിംഗ്, റൈറ്റ്? ഇറ്റ് ഈസ് പ്രൊഹിബിറ്റഡ്, ഇറ്റ് ഈസ് നോട്ട് അലൗഡ് ബൈ ദ ലോ. സോ ദീസ് ആർ ഓൾ സിനോണിംസ്. ഓർഡർ, മാൻഡേറ്റ്, ഡിക്രി ആൻഡ് പ്രൊഹിബിഷൻ ആണ് സിമിലർ വേർഡ്സ് ടു ഇൻജങ്ഷൻ. ആൻഡ് ദെൻ വി ഹാവ് ആന്റണിംസ്. ആന്റണിംസ് എന്തൊക്കെയാണ്? പെർമിഷൻ, ഓത്തറൈസേഷൻ, സാങ്ഷൻ ആൻഡ് ക്ലിയറൻസ്. സോ ഇതാണ് ആന്റണിംസ് ഓഫ് ദ വേർഡ് ഇൻജങ്ഷൻസ്. മീൻസ് യു ആർ ലെറ്റിംഗ് സംബഡി ഡു. പെർമിഷൻ കൊടുക്കുകയാണ്, ഓത്തറൈസേഷൻ കൊടുക്കുകയാണ്, സാങ്ഷൻ ചെയ്യുവാണ്, ക്ലിയറൻസ് കൊടുക്കുകയാണ്, ദറ്റ് യു ക്യാൻ ഡു സംതിങ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഇൻജങ്ഷൻ, വെർ യു ആർ നോട്ട് അലൗഡ് ടു ഡു സംതിങ്. ഓൾറൈറ്റ്, ഇതിൻ്റെ ഇനി നമുക്ക് സെൻറ്റൻസ് യൂസേജ് നോക്കാം. The High Court granted an interim injunction preventing the developers from cutting down the ancient trees. So എന്താണ് ഹൈക്കോർട്ട് ഗ്രാൻഡ് ചെയ്തത്? ഇൻജങ്ഷൻ കൊടുത്തത് എന്ന് പറയുമ്പോൾ റിസ്ട്രെയിനിങ് ഓർഡർ കൊടുത്ത്. ദാറ്റ് മേ ബി കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് അവിടുത്തെ ട്രീസിനെ കട്ട് ചെയ്യാൻ പാടില്ല. റെസ്ട്രിക്ഷൻ ആണ്. എന്താണ് കൊടുത്തത്? ഇൻജങ്ഷൻ ആണ് കൊടുത്തത്. ദാറ്റ് യു ആർ നോട്ട് അലൗഡ് ടു കട്ട് ട്രീസ്. സോ യു ആർ ബീങ് പ്രൊഹിബിറ്റഡ് ടു കട്ട് ട്രീസ്. ഓൾറൈറ്റ്, സോ ഇൻജങ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? വാർണിംഗ് ഓർഡർ കൊടുക്കുകയാണ്. ആര്? മോസ്റ്റ്ലി ജുഡീഷ്യൽ ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്, ഇൻജങ്ഷൻസ് കൊടുക്കുന്നത്. ഓൾറൈറ്റ്, ലെറ്റ്സ് ലുക്ക് അറ്റ് ദ 22nd വേർഡ്, malevolent. Malevolent എന്ന് പറയുമ്പോൾ
having or showing a wish to do evil to others. നമ്മൾ എന്തെങ്കിലും മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഈവൽ ആയിട്ടുള്ള കാര്യം, ലൈക്ക് ഫോർ എക്സാമ്പിൾ ബാഡ് ആയിട്ട് ഒരാളെ പറ്റി തിങ്ക് ചെയ്യുക, അതിനെയാണ് malevolent എന്ന് പറയുന്നത്. വെരി വെരി നെഗറ്റീവ് ടേം ആണിത് malevolent. ഓക്കെ, ഇതിന്റെ സിനോണിംസ് എന്താണ്? malicious, spiteful, hostile, vindictive. That you are very very evil to other people. മറ്റുള്ള ആൾക്കാരെ ഉപദ്രവിക്കുക, മറ്റുള്ള ആൾക്കാരെ പറ്റി എന്താണ് ഭയങ്കര ബാഡ് ആയിട്ട് ഓർക്കുക, അതൊക്കെയാണ് malevolent എന്ന് പറയുന്നത്. or to do harm to somebody or think about doing harm to somebody is called malevolent. alright, ഇതിന്റെ ആന്റണിം എന്താണ്? benevolent. benevolent എന്ന് പറയുമ്പോൾ kind, to be kind to other people. alright, kind, compassionate, amiable ആണ് malevolentന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. നെഗറ്റീവ് ആണ് evil, to do evil to others. മറ്റുള്ള ആൾക്കാർ എന്താണ് എന്തെങ്കിലും ഉപദ്രവിക്കാനുള്ള ഈവിൽ ഇത് കാണിക്കില്ല, ആഗ്രഹം കാണിക്കില്ല ആൾക്കാർ, അതിനെയാണ് malevolent എന്ന് പറയുന്നത്. സെന്റൻസിൽ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്? ദ അനോണിമസ് ലെറ്റർ കണ്ടെയ്ൻ malevolent rumors designed entirely to sabotage her reputation. സോ ഒരു അനോണിമസ് ലെറ്ററിൽ malevolent rumors ഉണ്ടായിരുന്നു, അതായത് ഒരു ബാഡ് റൂമേഴ്സ് ഉണ്ടായിരുന്നു. ആരെ പറ്റിയിട്ട്? ഒരു സ്ത്രീനെ പറ്റിയിട്ട് ടു എന്താണ് സാബോട്ടാജ് ഹെർ റെപ്യൂട്ടേഷൻ, അവരുടെ റെപ്യൂട്ടേഷൻ കളയാനായിട്ട് ആരോ റൂമറായിട്ട് എഴുതി വെച്ചേക്കുവാണ് കുറേ ബാഡ് കാര്യങ്ങൾ. സോ അതിനെയാണ് malevolent എന്ന് പറയുന്നത്. All right, let's look at the next word, mitigate. എന്താണ് mitigate? To make something less severe, serious or painful. Mitigateന്റെ അർത്ഥമാണ് to make something less severe, serious or painful. ഇതിന്റെ synonyms ആണ് വരുന്നത് alleviate, reduce, lessen or assuage. alright, so ഇതിന്റെ synonyms നോട്ട് ചെയ്യുക. elevate ചെയ്യുക, പെയിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ മറ്റുള്ള ആൾക്കാരുടെ നിന്ന് മാറ്റുക, അതിനെയാണ് mitigate എന്ന് പറയുന്നത്. alright, ഇതിന്റെ antonyms എന്താണ്? aggravate, worsen, exasperate and intensify. So these are the antonyms of the word mitigate. Remember, mitigate എന്ന് പറയുമ്പോൾ channel ചെയ്യുക എന്നാണ് mitigateന്റെ അർത്ഥം. സെന്റൻസിൽ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പോണത്? The lawyer argued that his client's clean record and cooperation should serve to mitigate the sentence. എന്ന് പറയുമ്പോൾ ആ ക്ലയൻറ്റ്, ലോയർ പറയാണ് ക്ലയൻറ്റിൻ്റെ ക്ലീൻ റെക്കോർഡ്, ക്ലയൻറ്റ് ഭയങ്കര നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, സോ ക്ലയൻറ്റിൻ്റെ പണിഷ്മെൻറ്റ് കുറയ്ക്കാൻ, സെൻറ്റൻസ് കുറയ്ക്കാനായിട്ട് മിറ്റിഗേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. അത് സെൻറ്റൻസ് ലെസൺ ചെയ്യാനായിട്ട്. എന്താണ് മിറ്റിഗേറ്റിൻ്റെ അർത്ഥം? കുറയ്ക്കാൻ, ലെസൺ. ഓക്കെ, ലെസൺ ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്തു. Alright, let's look at the next word, obdurate. Obdurateന്റെ അർത്ഥം എന്താണ്? stubbornly refusing to change one's opinion or course of action. നമ്മൾ എന്തെങ്കിലും stubborn ആയിട്ട് തീരുമാനം എടുത്തിരിക്കൂലേ, അതിനെയാണ് obdurate എന്ന് പറയുന്നത്. stubbornly refusing to change one's opinion, നമ്മുടെ ഒപ്പീനിയനോ നമ്മുടെ ആക്ഷനോ, നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ആക്ഷൻ അതിനെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല, തീരുമാനിച്ചു കഴിഞ്ഞു, stubborn ആയിട്ട് നിൽക്കുകയാണ്, അതിനെയാണ് obdurate എന്ന് പറയുന്നത്. ഇതിൻ്റെ synonyms നോക്കാം. obstinate, unyielding, inflexible, headstrong. All of these are similar meanings to the word obdurate. And antonyms are compliant, flexible, amenable and submissive. ഇതെന്താണ് സബ്മിസീവ് എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ നമ്മൾ എന്താണ് നമുക്ക് ഒരു ഒപ്പീനിയൻ ഉണ്ട്, ബട്ട് ദെൻ വി ഡോണ്ട് എന്താണ് ഇങ്ങനെ പുട്ട് യുവർ ഫുഡ് ഡൗൺ എന്ന് പറയില്ലേ, ഇതേ ഉള്ളു, തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് നിൽക്കില്ല, stubborn ആയിട്ട്. അങ്ങനെയല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് കംപ്ലയൻറ്റ്, ഫ്ലെക്സിബിൾ ആൻഡ് amenable ആൻഡ് submissive വരുന്നത്. And how do you use it in a sentence? Despite overwhelming evidence of policy failure, the management remained obdurate and refused to modify it. So policy fail ആയതിനു ശേഷം management policy മാറ്റിയില്ല, because they were obdurate. Obdurate എന്ന് പറയുമ്പോൾ stubborn, ചേഞ്ച് ചെയ്യൂല എന്ന് പറഞ്ഞ് തീരുമാനം എടുത്തേക്കുമായിരുന്നു obdurateന്റെ അർത്ഥം. Alright, let's look at the next word, perjury. Perjury എന്ന് പറയുമ്പോൾ എന്താണ്? The meaning is the offense of willfully telling an untruth in a court after having taken an oath. എന്ന് പറയുമ്പോൾ the offense of willfully, നമ്മൾ oath എടുക്കൂലേ കോർട്ടിൽ നിന്നിട്ട്, that we would not be lying about things. So അതിൻ്റെ willfully എന്നിട്ടും
ടെലിങ് അൺട്രൂത്ത് ഇൻ ദ കോർട്ട് എന്ന് പറയുമ്പോൾ പിന്നെയും കള്ളം പറയും, ഓത്ത് എടുത്തതിന് ശേഷവും കള്ളം പറയുവാണ്, എന്താണ് ഡെലിബറേറ്റ്ലി കള്ളം പറയുവാണ് ഇൻ കോർട്ട് ആഫ്റ്റർ ഹാവിങ് ടേക്കൻ ആൻ ഓത്തിനാണ് നമ്മൾ പെർജറി എന്ന് പറയുന്നത്. ഇതിന്റെ സിനോണിംസ് എന്താണ്? Falsehood, lying, deception and mendacity. So these are synonyms, similar meaning to the word perjury. Perjury എന്ന് പറയുമ്പോൾ കള്ളം പറയുക, നമ്മൾ ഓത്തെടുത്തതിന് ശേഷം നമ്മൾ കള്ളം പറയാനാണ് perjury എന്ന് പറയുന്നത്. Antonym എന്താണ്? Truthfulness, obviously അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും സത്യാവസ്ഥ. Honesty, veracity and fidelity ആണ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. And how do you use it in a sentence? Changing your story on the witness stand can lead to a severe charge of perjury. നിങ്ങൾ എന്താണ് വിറ്റ്നസ് സ്റ്റാൻഡിൽ നിന്നിട്ട് നിങ്ങൾ പറയുന്ന കാര്യം പറയാണ്ട് വേറെ എന്തെങ്കിലും പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ലീഡ് ടു സിവിയർ ചാർജ് ഓഫ് പെർജറി. പെർജറി ഈസ് ആൻ ഒഫൻസ്. യു കെൻ നോട്ട് ലൈ ഇൻസൈഡ് ദ കോർട്ട്. നിങ്ങൾ എന്താണ് സംഭവിച്ചത് അത് തന്നെയാണ് പറയേണ്ടത്, അല്ലേ? സോ പെർജറി മീൻസ് വിൽഫുള്ളി ടെല്ലിങ് ദ അൺട്രൂത്ത്. അൺട്രൂത്ത് എന്ന് പറയുമ്പോൾ ലൈ പറയുക, കോർട്ടിൽ നിന്ന് ലൈ പറയുക, കള്ളം പറയുക. ഓക്കെ, ഓൾറൈറ്റ്, ലെറ്റ്സ് ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് വേർഡ്, പ്രൂഡൻറ്റ്. പ്രൂഡൻറ്റും ഭയങ്കര കോമൺ വേർഡ് ആയിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും. ആക്ടിങ് വിത്ത് ഓർ ഷോയിങ് കെയർ ആൻഡ് തോട്ട് ഓഫ് ദ ഫ്യൂച്ചർ. നമ്മൾ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടും എന്താണ് കെയറും എന്താണ് നമ്മൾ എല്ലാം ചിട്ടയോടെ ചെയ്യുക, ഫ്യൂച്ചർ നന്നാക്കാൻ വേണ്ടിയിട്ട്, അതിനെയാണ് നമ്മൾ പ്രൂഡൻറ്റ് എന്ന് പറയുന്നത്, റൈറ്റ്? ഇതിൻ്റെ സിനോണിംസ് ആണ് വൈസ്, കോഷ്യസ്, സെൻസിബിൾ, ജുഡീഷ്യസ്. ആൻറ്റണിംസ് എന്താണ്? റെക്ലെസ്, റാഷ്, ഇംപ്രൂഡൻറ്റ് ആൻഡ് കെയർലെസ്. സോ സംബഡി യു കെയർസ് അബൌട്ട് ദ ഫ്യൂച്ചർ, നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യം നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റിയും ഓർത്തിട്ട് ചെയ്യുന്നതാണ് പ്രൂഡൻറ്റ് എന്ന് പറയുന്നത്, റൈറ്റ്? ആൻഡ് സംബഡി യു ഡസ് നോട്ട് കെയർ, റെക്ലെസ്, റാഷ്, ഇംപ്രൂഡൻറ്റ് ആൻഡ് കെയർലെസ് ആണ് വരുന്നത്. ആൻഡ് ഹൗ ഡു യു യൂസ് ഇറ്റ് ഇൻ എ സെൻറ്റൻസ്? It would be prudent to review all the legal documents thoroughly before signing the contract. It would be prudent to review means നല്ലോണം എല്ലാം അന്വേഷിച്ച് കെയർഫുള്ളി റിവ്യൂ ചെയ്യുന്നതായിരിക്കും നല്ലത് ബിഫോർ സൈനിങ് ദ കോൺട്രാക്ട്. സോ ലീഗൽ ഡോക്യുമെന്റ്സ് ഇരുന്ന് കണ്ടിട്ട്, ബിക്കോസ് സൈൻ ചെയ്താൽ കഴിഞ്ഞല്ലോ, യു നീഡ് ടു ലുക്ക് ത്രൂ ഓൾ ഓഫ് ഇറ്റ് പ്രോപ്പർലി. സോ ലീഗൽ ഡോക്യുമെന്റ്സ് സൈൻ ചെയ്യുന്നതിന് മുന്നേ പ്രൂഡൻ്റ്ലി റിവ്യൂ ചെയ്യണം. പ്രൂഡൻറ്റ് ടു റിവ്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? കെയർഫുള്ളി ഫുള്ളായിട്ട് നോക്കി, ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് തിങ്കിങ് അബൌട്ട് ഫ്യൂച്ചർ. പക്ഷേ സൈൻ ചെയ്ത് കഴിഞ്ഞ് യു കനോട്ട് ടേക്ക് ഇറ്റ് ബാക്ക്, അല്ലേ? ഓൾ റൈറ്റ്, ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ലാസ്റ്റ് വേർഡ് ഫോർ ദ ഡേ ഈസ് rescind. Last word for the day, rescind. അല്ലെ, നമ്മൾ ഇത്രയും വേർഡ്സ് നോക്കിയില്ലേ? സോ ദിസ് ഇസ് our last word, rescind. Again, very commonly asked question. To revoke, cancel or repeal a law, order or agreement. നമ്മൾ തിരിച്ചെടുക്കുക, ഓർഡർ ലൈക്ക് തിരിച്ചെടുക്കുക, അല്ലെങ്കിൽ അത് ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുക, അതിനെയാണ് നമ്മൾ rescind എന്ന് പറയുന്നത്. rescind എന്ന് പറയുമ്പോൾ ടു ഇൻവാലിഡേറ്റ്, ലൈക്ക് നമ്മളൊന്നിങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല അല്ലെങ്കിൽ തിരിച്ചെടുക്കുക പറഞ്ഞ കാര്യം, അതിനെയാണ് നമ്മൾ rescind എന്ന് പറയുന്നത്. ഇതിൻ്റെ സിനോണിംസ് എന്താണെന്ന് നോക്കാം. റിവോക്ക്, റിപ്പീൽ, ആനുവൽ ആൻഡ് ഇൻവാലിഡ്, annual and invalidate. ആൻഡ് ഇതിൻ്റെ ആൻറ്റണിംസ് ആണ് enact, validate, enforce and ratify. So the opposite is to എന്താണ്? enact ചെയ്യുക, validate ചെയ്യുക, enforce ചെയ്യുക, ratify ചെയ്യാണ് ഇതിൻ്റെ opposites ആയിട്ട് വരുന്നത് rescindന്റെ, right? And how do you use it in a sentence? The university decided to rescind the students' admission after discovering falsified transcripts. So യൂണിവേഴ്സിറ്റി എന്താണ് ചെയ്തത്? സ്റ്റുഡൻറ്റിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് എന്താണ് ഫെയിൽ ആയിട്ട്, ലൈക്ക് എന്താണ് ഭയങ്കര കള്ളത്തരമൊക്കെ ഉണ്ടായിരുന്നു മാർക്ക് ലിസ്റ്റിലൊക്കെ. അപ്പോൾ എന്ത് ചെയ്തു? അഡ്മിഷൻ റെസിൻഡ് ചെയ്തതെന്ന് പറയുമ്പോൾ ക്യാൻസൽ ചെയ്തു, ഇൻവാലിഡേറ്റ് ചെയ്തു, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാണ് കാണിച്ചത്. ഓക്കെ, സോ ദിസ് വാസ് ആർ വൊക്കാബുലറി സെഷൻ. HCA LDC എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു വൊക്കാബുലറി സെഷൻ ആയിരുന്നു. ഐ ഹോപ്പ് യു ആൾ ഫൗണ്ട് ഇറ്റ് informative. And ഇങ്ങനത്തെ വീഡിയോസിനായി ലൈക്ക് ചെയ്യുക ചാനൽ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ്. നമ്മൾ ഇനിയും ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ടായിരിക്കും വരുന്നത്. സോ താങ്ക് യു സോ മച്ച് all of you for watching. See you next time. Bye.